I am learning English day to day. I am learning English day by day. ഈ രണ്ട് സെൻറ്റൻസിൽ ഏതാണ് കറക്റ്റ്? ഒരു സെൻറ്റൻസിൽ ഡേ ടു ഡേ ഉപയോഗിച്ചു, ഒരു സെൻറ്റൻസിൽ ഡേ ബൈ ഡേ ഉപയോഗിച്ചു. അപ്പോൾ ഒരു സെൻറ്റൻസ് റോങ് തന്നെയാണ്. അപ്പോൾ ഏതാണ് അതിൽ തെറ്റായ സെൻറ്റൻസ് എന്ന് അറിയണമെങ്കിൽ ഡേ ടു ഡേ എവിടെ ഉപയോഗിക്കണം, ഡേ ബൈ ഡേ എവിടെ ഉപയോഗിക്കണം, എന്താണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ അറിയണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഡേ ടു ഡേ അതുപോലെ തന്നെ ഡേ ബൈ ഡേ, ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായി ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഡേ ടു ഡേ എന്ന് പറയുന്നത് റെഗുലർ, റുട്ടീൻ, ഓർഡിനറി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, പതിവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതിനെയൊക്കെയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഡേ ടു ഡേ വർക്ക് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന, ഡെയിലി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ജോലികൾ. ഡേ ടു ഡേ ഡ്യൂട്ടീസ്, നമുക്ക് പല ഡ്യൂട്ടീസ് ഉണ്ടാകും, റെഗുലറായിട്ട് ചെയ്യുന്ന ചില ഡ്യൂട്ടീസും ഉണ്ടാകും. അപ്പോൾ അതാണ് ഡേ ടു ഡേ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേ ടു ഡേ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്, ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ഡേ ടു ഡേ എന്നത്. അതുകൊണ്ടാണ് ഡേ ടു ഡേ വർക്ക്, ഡേ ടു ഡേ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഡേ ടു ഡേ എന്നത് ഉപയോഗിക്കുമ്പോൾ ഒരു നൗണിന് മുന്നിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഫൺ ഇട്ടിട്ട് വേണം ഉപയോഗിക്കാൻ. ഡേ ടു ഡേ ലൈഫ് ഇൻ കേരള ഈസ് പീസ്ഫുൾ. കേരളത്തിലെ ആ ഒരു ഡെയിലി ലൈഫ് വളരെ സമാധാനപൂർണ്ണമാണ്. അപ്പോൾ ഡേ ടു ഡേ ലൈഫ്, ലൈഫ് എന്ന വാക്കിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഡേ ടു ഡേ ലൈഫ് ഇൻ കേരള ഈസ് പീസ്ഫുൾ. ഡേ ബൈ ഡേ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അതിൻ്റെ മീനിങ് ഗ്രാജ്വലി, പതുക്കെ പതുക്കെ, ദിനം തോറും അല്ലെങ്കിൽ ദിവസം തോറും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ്. സാവധാനത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അത് ഇമ്പ്രൂവ് ആയി വരുന്നു, ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ മെച്ചപ്പെട്ടു വരുന്നു എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് ഡേ ബൈ ഡേ ഉപയോഗിക്കുന്നത്. അവിടെ ഹൈഫൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു ആഡ്വേർബ് ആണ്. വി ആർ ലേണിംഗ് ഡേ ബൈ ഡേ എന്നാണ് പറയേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് സെൻറ്റൻസിൽ ഒന്ന് മാത്രമാണ് കറക്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഡേ ബൈ ഡേ, അവിടെ ഡേ ടു ഡേ അല്ല. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നു. മൈ ഇംഗ്ലീഷ് ഈസ് ഇംപ്രൂവിങ് ഡേ ബൈ ഡേ. എൻ്റെ ഇംഗ്ലീഷ് ഓരോ ദിവസം ചെല്ലും തോറും അത് ഇംപ്രൂവ് ആയി വരുന്നു, മെച്ചപ്പെട്ടു വരുന്നു. അപ്പോൾ ഡേ ബൈ ഡേ എവിടെ ഉപയോഗിക്കും, ഡേ ടു ഡേ എവിടെ ഉപയോഗിക്കും, അതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലായി. ഹി മാനേജസ് ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസ് തെറ്റാണ്. ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് അല്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെയിലി സാധാരണയായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യാറുണ്ട്. ഹി മാനേജസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ദ ബേബി ഈസ് ഗ്രോയിങ് ഡേ ടു ഡേ. റോങ് സെൻറ്റൻസ്. ദ ബേബി ഈസ് ഗ്രോയിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസം ചെല്ലുന്തോറും കുട്ടി വലുതായി വരുന്നു, കുട്ടി വലുതാവുന്നു, അവിടെ ഡേ ടു ഡേ അല്ല. ബ്ലാങ്ക് പ്രോബ്ലംസ് അറ്റ് വർക്ക് ആർ ടയറിങ്. ജോലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ, പ്രോബ്ലംസൊക്കെ വല്ലാതെ ക്ഷീണം ഉളവാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അത് ഡേ ടു ഡേ പ്രോബ്ലംസ് ആണോ, ഡേ ബൈ ഡേ പ്രോബ്ലംസ് ആണോ? പ്രോബ്ലംസ് അത് ഒരു നൗണാണ്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന എന്താ വേണ്ടത്, ഡേ ടു ഡേ പ്രോബ്ലംസ്. ഡേ ടു ഡേ ഉള്ള, ഡെയിലി ഉള്ള ഒരു പ്രോബ്ലംസൊക്കെ, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസൊക്കെ വല്ലാതെ ക്ഷീണം ഉളവാക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ഡേ ടു ഡേ പ്രോബ്ലംസ്, ഡേ ബൈ ഡേ അല്ല. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. I manage the day-to-day work at my shop, but I am learning new business skills day by day. നോക്കൂ, ഒരു സെൻറ്റൻസിൽ തന്നെ ഡേ ടു ഡേ അതുപോലെ തന്നെ ഡേ ബൈ ഡേ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഷോപ്പിലെ ഡെയിലി ചെയ്യുന്ന റെഗുലറായിട്ടുള്ള ജോലികൾ മാനേജ് ചെയ്യുന്നു. ഞാൻ പുതിയ ബിസിനസ് സ്കിൽസ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഡേ ടു ഡേ വർക്ക് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ്. എങ്ങനെയുള്ള വർക്കാണ്? ഡേ ടു ഡേ വർക്ക്, ഡെയിലി ചെയ്യുന്ന വർക്ക്. ലേണിംഗ് എന്ന ആ ഒരു വേർബിനെയാണ് ഡേ ബൈ ഡേ എന്ന്
ആഡ്വേർബ് വിശേഷിപ്പിക്കുന്നത്. ഞാൻ പുതിയ പുതിയ ബിസിനസ് സ്കിൽസ് ഓരോ ദിവസവും പഠിക്കുന്നു എന്നാണ്. ദിനം കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും അത് പഠിക്കുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ദ ഡേ ടു ഡേ ലൈഫ് ഇൻ എ ന്യൂ സിറ്റി ഈസ് ടഫ്, യെറ്റ് ഡേ ബൈ ഡേ ഐ ആം ഗെറ്റിംഗ് മോർ കംഫർട്ടബിൾ ഹിയർ. ഒരു പുതിയ സിറ്റിയിലെ ദൈനംദിന ജീവിതം ദുഷ്കരമാണ്, അത് ബുദ്ധിമുട്ട് പിടിച്ചതാണ്. പക്ഷേ ദിവസം ചെല്ലുന്തോറും എനിക്ക് അത് കൂടുതൽ സുഖകരമായി വരുന്നു. ലൈഫ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ് ഡേ ടു ഡേ എന്ന അഡ്ജക്റ്റീവ്. ഗെറ്റിംഗ് എന്ന വേർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ഡേ ബൈ ഡേ എന്ന ആഡ്വേർബ്. ഇനി ഒരു സെൻറ്റൻസ് കൂടി. അവിടെ 2 ബ്ലാങ്ക് സ്പേസസ് ഉണ്ട്. 2 ബ്ലാങ്ക് സ്പേസിലും എന്താണ് വേണ്ടത്? ഡേ ടു ഡേ ആണോ, ഡേ ബൈ ഡേ ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഹെർ ബ്ലാങ്ക് ഡ്യൂട്ടീസ് ആസ് എ നേഴ്സ് ആർ ടയറിങ്, ബട്ട് ബ്ലാങ്ക് ഷീ ഈസ് ബിക്കമിങ് മോർ കോൺഫിഡൻറ്റ്. ഒരു നേഴ്സ് എന്ന നിലയിൽ അവളുടെ ദൈനംദിന കർത്തവ്യങ്ങൾ ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ദിവസം തോറും അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുന്നു.